ഗൈസ്, വെൽക്കം ടു ദ മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? അതെ ഗൈസ്, ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇതെവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതെ ഗൈസ്, ഇത് ഞങ്ങളുടെ അമ്മ വീടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇത്രയും അടിപൊളി കാണാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൻ്റെ പേരാണ് കേട്ടോ സൂര്യകാന്തി പൂവ്. ഇത് റിയൽ സൂര്യകാന്തി അല്ല, മറ്റേ സൂര്യകാന്തി അല്ല, ഒറിജിനൽ ഇതിനെ സൂര്യകാന്തി എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. സൂര്യകാന്തി പൂന്നാണേ. നോക്ക്, നമുക്ക് ഇനി ഓണത്തിന് ഓണത്തിന് നമുക്ക് ഈ കളറുള്ള ജമന്തിപ്പൂവൊക്കെ ബന്ദിപ്പൂവൊക്കെ നമ്മൾ മേടിക്കുകയല്ലേ. അപ്പം ഇത് ഒഴിവാക്കാം കേട്ടോ. ഒന്ന് നിറയെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ. പിന്നെ ഓണത്തിന് ഇപ്പൊ ഈ ഓറഞ്ച് കളർ കൊണ്ടായിരിക്കും ഞങ്ങളുടെ അത്തപ്പൂ നിറയുന്നത് കേട്ടോ. അതൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. വെറുതെ ഞങ്ങളിപ്പോ നോക്കിയപ്പോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം നല്ലൊരു കാറ്റ് വന്നു കേട്ടോ. നല്ലൊരു അടിപൊളി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതെ, ഞങ്ങളതിപ്പോൾ എപ്പോഴും ഞാൻ പറയട്ടോ, ഇങ്ങനെ പൂ കുറേ വിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം പിടിക്കാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നേ. അപ്പം ആ മഴയത്തിറങ്ങി നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. വെറുതെ 2-3 തൈ കൊണ്ട് വെച്ചാണ് അത് ഇത്രയും വളർന്നത്. അതെ, ഒരു പ്രദേശം മുഴുവനായിട്ടുണ്ട്. അപ്പം നിറയെ പൂ ഇട്ടിട്ടുണ്ട്. അത് കെട്ടി നിർത്തിയിരിക്കും കേട്ടോ. അമ്മ ഇങ്ങനെ ചുവടെ നമുക്ക് പോകാൻ പറ്റത്തില്ല, പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ചുവടൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇതിന്നൊരു പൂ തരുമോ എന്ന് ചോദിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഇതുണ്ടോ, നോക്കിക്കേ, നല്ലതല്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ മറ്റേ ഒരു സൈസ് മഞ്ഞയില്ല, നല്ല മഞ്ഞ, ആ മഞ്ഞ കളറുണ്ട്. അതിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് അത് ഒരു 2-3 തൈ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നന്നായിട്ട് വന്നാൽ നമുക്ക് ആ അടമഴ വന്നില്ലേ, അന്നേരത്തേക്ക് അതെല്ലാം പോയി കേട്ടോ. ആ അടമഴയൊക്കെ അപ്പം ഇതുപോലെ പൂക്കൾ, ഇത്തരം പൂക്കൾ വീട്ടിലുള്ളവരോ ഇനി വേറെ എന്ത് പേരാണ് അവിടെയൊക്കെ പറയണേന്നുള്ളവരോ നമ്മളോട്, കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്നാ പേരാ പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയുന്നവർ താഴെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ പൂക്കളൊക്കെ ഉള്ളവരൊന്ന് പറയണേ, അല്ല വേറെ കളറുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പൊ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വന്ന്. ഞാനൊക്കെ ഇവിടെ നിന്ന് ഓണത്തിന് ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോണ ഗൈസ്. ആ ഷൂട്ടിങ് നിങ്ങൾ കണ്ടോ ഗൈസ്? ഇടാൻ വേണ്ടി പറ്റുമെങ്കിൽ അന്നേരം പൂ ഉണ്ടോന്ന് അറിയത്തില്ല, ഉണ്ടല്ലോ ഇടാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ഈ സൂര്യകാന്തി പൂവിന് വേണ്ടി ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നേക്കണേ. അതെ, ചിലർ പറയട്ടോ സൂര്യകാന്തി അല്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ സൂര്യകാന്തിയാണ് പറഞ്ഞത്. പക്ഷേ മറ്റേ ഒറിജിനൽ സൂര്യകാന്തി അല്ല. ഇതിനെ പണ്ട് മുതൽ ഇങ്ങനെ ഞങ്ങളൊക്കെ കൊച്ചിലെ സൂര്യകാന്തി പൂ എന്നാണ് പറയണേ കേട്ടോ. ഒറിജിനൽ സൂര്യകാന്തി അല്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പറഞ്ഞു തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നാൽ ശരി, ഭയങ്കര വെയിലാ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോട്ടെ. ടാറ്റാ.